കബൂലാക്കുമാറാകട്ടെ. ഈ ഒരുമിച്ച് കൂടലിൻ്റെ ബർക്കത്ത് കൊണ്ട് നാളെ സ്വർഗീയ ലോകത്ത് നമ്മുടെ മാതാപിതാക്കളോടുകൂടെ, ഗുരുവര്യരോടുകൂടെ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രസ്ഥാന ബന്ധുക്കളോടുകൂടെ അള്ളാഹു നമ്മെയും ബന്ധപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്നലെ നമ്മുടെ വിട പറഞ്ഞു പോയ SMA സംസ്ഥാന സെക്രട്ടറിയും മർക്കസു സഖാഫത്ത് സുന്നിയയിൽ ധാരാളം കാലം മുദരിസായി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത വിനീതനായ ഞാനടക്കമുള്ള ധാരാളം സഖാഫികളുടെ ഉസ്താദ് കൂടിയായ ബഹുമാനപ്പെട്ട PP ഉസ്താദ് അടക്കമുള്ള നമ്മുടെ മുഴുവൻ മരണപ്പെട്ടു പോയ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, അവരുടെയൊക്കെ ദറജ അള്ളാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും സ്വർഗീയ ലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് വളരെ ചുരുങ്ങിയ സമയം ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനവും നമ്മളുടെ വാക്കും നമ്മുടെ ഒരുമിച്ച് കൂടലും നമ്മുടെ പിരിയലുമെല്ലാം നാളെ റബ്ബിൻ്റെ മുമ്പിൽ വരുന്ന സമയത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മെ സൂചിപ്പിക്കുന്നത്, ഓരോ മനുഷ്യനോടും ചോദിക്കുന്നത്, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫത്തൈൻ ഫഹദൈനാഹു നജ്ദൈൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, അലം നജ്അൽ ലഹു ഐനൈൻ, രണ്ട് കണ്ണ് മനുഷ്യ നിനക്ക് ഞാൻ നൽകിയിട്ടില്ലേ? ആരാണ് മനുഷ്യൻ? ആരാണ് മനുഷ്യരാകുന്ന നമ്മൾ? മനുഷ്യരാകുന്ന നമുക്കൊരുപാട് പ്രത്യേകതകളുണ്ട്. എന്തേ മനുഷ്യൻ്റെ പ്രത്യേകത? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്നത്, അലം നജ്അൽ ലഹു ഐനൈൻ, രണ്ട് കണ്ണുകൾ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. ഏതാ മനുഷ്യർക്ക് കൊടുത്ത കണ്ണ്? അത് ഈ രാജ്യത്തുള്ള, ഈ നാട്ടിലുള്ള, നമ്മുടെ ഇടയിൽ കാണുന്ന മറ്റ് ജീവജാലങ്ങൾ, മറ്റ് മൃഗങ്ങൾ, മറ്റ് പറവകൾ, മറ്റ് ഇഴജന്തുക്കൾ, ആ ജീവികൾക്ക് അള്ളാഹു കൊടുത്ത കണ്ണുപോലെയല്ല മനുഷ്യർക്ക് അള്ളാഹു കൊടുത്ത കണ്ണ്. പിന്നെ എന്തേ ആ കണ്ണിൻ്റെ പ്രത്യേകത? മനുഷ്യർക്കൊരു പ്രത്യേകതയുണ്ടാകണമെങ്കിൽ ആ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ പ്രത്യേകത വേണം. മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രത്യേകത വേണം. പക്ഷേ മനുഷ്യൻ്റെ ശരീരത്തിൽ നമുക്ക് നോക്കിയാൽ, അളന്നു നോക്കിയാൽ, അല്ലെങ്കിൽ മുറിച്ചു നോക്കിയാൽ, കീറി നോക്കിയാൽ അതിലൊരു പ്രത്യേകതയും കാണുകയില്ല. നമ്മുടെ നാട്ടിലൂടെ സഞ്ചരിക്കുന്ന ഒരു നാക്കാലിയാകുന്ന ഒരു പശുവിൻ്റെ ആ ശരീരം കീറി നോക്കിയാൽ അതിൻ്റെ ശരീരത്തിൽ നമുക്ക് കാണുന്നത് രക്തമാണ്. അത് കഴിഞ്ഞാൽ മാംസമാണ്. അതിൻ്റെ ഉള്ളിൽ തൊലി, അതിൻ്റെ ഉള്ളിൽ എല്ലാണ്. അതിൻ്റെ വയറ് നോക്കിയാൽ ആ വയറിനുള്ളിൽ കാണുന്നത്, മനുഷ്യൻ്റെ ശരീരം കീറി മുറിച്ചാൽ എന്ത് കാണുമോ അത് തന്നെയാണ്. അതേസമയത്ത് പിന്നെ ഈ മനുഷ്യർക്കുള്ള വ്യത്യാസം എന്താ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്നത്, മൃഗങ്ങൾക്ക് ഞാൻ കണ്ണു കൊടുത്തിട്ടില്ലേ എന്ന് ചോദിക്കുന്നില്ല. അലം നജ്അൽ ലഹു ഐനൈൻ, ഓ മനുഷ്യ നിങ്ങൾക്ക് ഞാൻ കണ്ണു തന്നിട്ടുണ്ട്. മാത്രമല്ല വലിസാനൻ വശഫത്തൈൻ, നിങ്ങൾക്കൊരു നാവ് തന്നു. ആ നാവിനെ വലയം ചെയ്തുകൊണ്ടുള്ള രണ്ട് ചുണ്ട് തന്നു. ആ ചുണ്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പല്ലുകൾ തന്നു. നിങ്ങൾക്ക് എത്ര സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ട് അള്ളാഹു പറയുന്നത്, ഫഹദൈനാഹു നജ്ദൈൻ, രണ്ട് റൂട്ടും, ഒരു നന്മയുടെ പാതയും ഒരു തിന്മയുടെ പാതയും അതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. പക്ഷേ ആ കാണിച്ചു തന്ന പാതയിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളും ഈ രാജ്യത്തുള്ള മൃഗങ്ങളും തുല്യമാണെന്ന് മാത്രമല്ല, ആ മൃഗങ്ങളെക്കാൾ നിങ്ങൾ അധപ്പതിച്ചു പോകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നല്ലവരായ സഹോദരിമാർ, ഈ സമയത്ത് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ടത്, രാജാതിരാജനായ റബ്ബ് തആല എന്നെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിനിക്ക് ആരാധിക്കണം. ഏതാണ് അള്ളാഹു? നിങ്ങളെ സൃഷ്ടിച്ച ആ അള്ളാഹുവിനിക്ക് നിങ്ങൾ ആരാധിക്കണമെന്നാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നിങ്ങളെ സൃഷ്ടിച്ച അള്ളാഹുവിനിക്ക് ആരാധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്താ? ആരാധിക്കാനുള്ള അർഹത, അള്ളാഹുവിനിക്ക് ഇബാദത്ത് എടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്കൊരു നിഅ്മത്തും അള്ളാഹു ചെയ്തു തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് സൃഷ്ടിപ്പ് നൽകിയിട്ടില്ലേ? നിങ്ങളെ പടച്ചിട്ടില്ലേ? ആ പടച്ചോരറ്റ കാരണം കൊണ്ട് തന്നെ അള്ളാഹുവിനിക്ക് നിങ്ങൾ ആരാധിക്കണമെന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിൽ നമ്മോട് പറയുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നാം ഒന്ന് ആലോചിച്ചു നോക്കുക, ചിന്തിച്ചു നോക്കുക.
അതിൻ്റെ അപ്പുറത്തേക്ക് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം എത്രയാ. ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റൊരു ദിവസം കിടന്നുറങ്ങുന്ന സമയത്ത്, പാതിരാ സമയത്ത് ഉറക്കത്തിൻ്റെ ഇടയിൽ ഭർത്താവിനതാ ദേഹത്തിന് ഒരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്, ഒരു വേദന അനുഭവപ്പെടുകയാണ്, നെഞ്ഞിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന അനുഭവപ്പെടുന്നു. തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയുണ്ട്. ഭാര്യയോട് ഈ വിവരം പറയാൻ കഴിയുന്നില്ല. കാരണം അത് കഴിയുന്ന രൂപത്തിലല്ല ഉള്ളത്. ഉടനെ ഈ കിടക്കുന്ന സമയത്ത് എന്തൊക്കെയോ വെപ്രാളം കാണിക്കുകയാണ് ഈ മനുഷ്യൻ. ആ വെപ്രാളം കാണിച്ചുകൊണ്ട് തൻ്റെ കൈയും കാലും ഒക്കെ ഇട്ടടിക്കുന്നത് കാണുമ്പോൾ തൻ്റെ ഭാര്യ ചോദിക്കുന്നു, എന്തേ പറ്റിപ്പോയി, എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയി? ഉറക്കിൽ നിന്ന് ഉണർന്നുകൊണ്ട് ഭർത്താവിനോട് ചോദിക്കുന്നു. പക്ഷേ ഭർത്താവ് മിണ്ടുന്നില്ല. ഭാര്യയ്ക്ക് പേടി തോന്നുകയാണ്. ഭാര്യ ഉടനെ എന്ത് ചെയ്യുന്നു? തൊട്ടടുത്തുള്ള റൂമിലുള്ള തൻ്റെ വീട്ടിലുള്ള മറ്റുള്ള ആളുകളെ വിളിച്ചു വരുത്തുന്നു. അല്ലെങ്കിൽ വീട്ടിൽ ആരുമില്ലെങ്കിൽ തൊട്ട് തൻ്റെ കുടുംബത്തിലേക്ക് ഫോൺ ചെയ്തുകൊണ്ട് ആളെ വിളിച്ചു വരുത്തുന്നു. വിളിച്ചു വരുത്തിയിട്ടോ അതാ വേഗം ഒരു വാഹനത്തിൽ കയറ്റി തൊട്ടടുത്ത് കാണുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഞാൻ എന്തേ ഇത് പറയുന്നു? എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് വിഷയമുണ്ട്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ അള്ളാഹു മനുഷ്യർക്ക് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തൊരു കാലമാണ്. ആ കാലഘട്ടത്തിൽ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹം ചെറുതല്ല. അതിനെക്കുറിച്ച് നാം നല്ലതുപോലെ ബോധവാന്മാരാകണം. അങ്ങനെ ഈ ഒരു വേദന അനുഭവപ്പെട്ടു. ആ വേദന അനുഭവപ്പെടുമ്പോൾ എന്തു ചെയ്യുന്നു? തൊട്ടടുത്തുള്ള ആളുകളെ വിളിച്ചു വരുത്തി, കിട്ടുന്ന വാഹനവും വിളിച്ച് തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ, ഹോസ്പിറ്റലിൽ ചെന്നാൽ നേരെ എത്തിയ ഉടനെ ഡോക്ടർ വന്നിട്ട് പരിശോധിച്ചിട്ട് പറയുന്നു, എത്രയും പെട്ടെന്ന് വെന്റിലേറ്ററിലാക്കണം, എത്രയും പെട്ടെന്ന് നിങ്ങളിതിന് ICUയിൽ കയറ്റണം. ആ ICUയിൽ കയറ്റി അങ്ങനെ ICUയിലൊക്കെ കിടത്തി കൃത്രിമ നിലക്ക് ഓക്സിജൻ നൽകി. ഒരു 5-8 ദിവസം ICUയിൽ കിടത്തിയതിൻ്റെ ശേഷം ബെഡ് റെസ്റ്റിന് വേണ്ടി പിന്നെ പുറത്ത് കിടന്നു, ഹോസ്പിറ്റലിൽ പിന്നെയും കിടന്നു. അങ്ങനെ കേവലം 2 ആഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരുകയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സൂചിപ്പിക്കുന്നത്, മനുഷ്യരാകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യം ഇതാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ ഇതാണ്. അങ്ങനെ തിരിച്ചു പോരുമ്പോൾ ആ ഹോസ്പിറ്റൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്നൊരു ബില്ല് തരും. ആ ബില്ലിങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ആ ബില്ലിൽ ഇങ്ങനെ കുറേ ചാർജുകൾ കാണാം. ഞാൻ ഈ സൂചിപ്പിക്കുന്നത് പറയുന്ന ഉദാഹരണം ഒരുപക്ഷെ എൻ്റെ നാട്ടിൽ മഞ്ചേരിയൊക്കെ ഉള്ള ഹോസ്പിറ്റലിൻ്റെ ബില്ലാണെന്ന് സങ്കല്പിച്ചാൽ മതി. കാരണം ഇവിടെയുള്ള ഹോസ്പിറ്റലിൻ്റെ ആളുകൾ ആരെങ്കിലും സദസ്സിലുണ്ടായിട്ട് പിന്നെ എനിക്കിവിടുന്ന് തിരിച്ചു പോകാതിരിക്കാൻ അത്ര വലിയ ബില്ലൊന്നും ഞങ്ങൾ കൊടുക്കലില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ തടഞ്ഞു വെക്കൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളെ നാട്ടിലേക്കല്ല എൻ്റെ നാട്ടിലേക്കാന്ന് കൂട്ടുക. ഏതാകട്ടെ, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരുമ്പോൾ ഒരു ബില്ല് നൽകുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ബില്ലിങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഡോക്ടറുടെ ഫീസുണ്ട്, സിസ്റ്ററുടെ ചാർജുണ്ട്, റൂമിൻ്റെ റെൻ്റ് ഉണ്ട്. എല്ലാ ചാർജിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു ബില്ല് കാണുന്നത് ഏതാ? അത് ഓക്സിജൻ ചാർജ്. എത്രയാ ബില്ല്? 50,000 രൂപ ബില്ലുള്ള 50,000 രൂപ മൊത്തം ബില്ലുണ്ടെങ്കിൽ 25,000 രൂപയും ഓക്സിജന്റെ ബില്ല. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, എന്തേ ഈ ഓക്സിജൻ എന്ന് പറയുന്ന സാധനം എന്താ? ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഓക്സിജൻ എന്ന് പറയുന്ന സാധനം ഒരു മരുന്നല്ല, അതൊരു ഇഞ്ചക്ഷൻ അല്ല, അത് ഗ്ലൂക്കോസ് കയറ്റിയതല്ല, അത് നമ്മളവിടുന്ന് കഴിച്ച ഭക്ഷണമല്ല. മറിച്ച് അത് ഏതാണെന്നറിയോ? ഈ സ്വയം ശ്വാസം വലിക്കാനും വിടാനും കഴിയാതിരുന്നപ്പോൾ ഉള്ളിൽ കയറ്റിയിട്ട് കൃത്രിമമായി നൽകിയ ശ്വാസമാണ്. എത്ര ദിവസമാ അത് നൽകിയത്? 8 ദിവസം ശ്വാസം വലിച്ചതിന് വേണ്ടി ആ ഹോസ്പിറ്റലിൽ നിന്ന് ബില്ലടക്കുന്നത് 25,000 രൂപയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമിയിലേക്ക് സൃഷ്ടിച്ച അന്ന് മുതൽ, പിറന്ന് ഭൂമിയിലേക്ക് വീണ അന്ന് മുതൽ അള്ളാഹുവിൻ്റെ ഭൂമി ലോകത്തുള്ള ശ്വാസം നമ്മൾ ശ്വസിച്ചു കൊണ്ടിരിക്കുന്നു. ആ ശ്വാസം ശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയാ? എപ്പോഴാ ശ്വാസം വലിക്കുന്നത്? ഏത് സമയത്തും വലിച്ചു കൊണ്ടിരിക്കുന്നു, വിടുന്നു. ഇവൻ കടന്നുറങ്ങുന്നു, പക്ഷേ ഇതിന് യാതൊരു മുടക്കവുമില്ല. ഇവൻ കള്ള് ഷാപ്പിലാണ്, ശ്വാസം വിടാനും വലിക്കാനും യാതൊരു മുടക്കുമില്ല.
അന്യന്റെ ഗീബത്തും നമീമത്തും പറഞ്ഞിരിക്കുകയാണ്. അതിൽ പണ്ഡിതനെന്ന് വ്യത്യാസമില്ല, തങ്ങളെന്ന് വ്യത്യാസമില്ല, സയ്യിദെന്ന് വ്യത്യാസമില്ല. എല്ലാരെയും ഗീബത്തും നമീമത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും ഇടതടവില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണിയില്ലേ, ആ പണിയാണ് ശ്വാസം ഇങ്ങനെ വലിക്കുന്നു വിടുന്നു, വലിക്കുന്നു വിടുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ചോദിക്കട്ടെ, ഇത്ര കാലം ഈ 40-45 വയസ്സ് പ്രായമായിട്ട്, അല്ലെങ്കിൽ 50-55 വയസ്സ് പ്രായമായിട്ട്, ഈ പ്രായത്തിൻ്റെ ഇടക്ക് ഭൂമിയിലേക്ക് പിറന്നു വീണ അന്നു മുതൽ ഈ 55 വർഷക്കാലം വരെ ഈ രൂപത്തിലുള്ള ശ്വാസം വലിക്കുകയും വിടുകയും ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പള്ളി കമ്മിറ്റിയിൽ കൊണ്ടുപോയിട്ടോ, അല്ലെങ്കിൽ ദീനിയായ ഒരു ഓഫീസിൽ കൊണ്ടുപോയിട്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നിട്ട് ഇതിനൊരു നയാ പൈസ ബില്ലടച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ അതേ സമയത്ത് അടച്ച ബില്ലെവിടെയാ? കേവലം 8 ദിവസം അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന ശ്വാസം അങ്ങോട്ട് വലിക്കാനും വിടാനും കഴിയാതിരുന്നപ്പോ അതാ ബില്ലടക്കേണ്ടി വന്നു. എത്രയാ? 25,000 രൂപ ബില്ലടക്കേണ്ടി വന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തിന് നമ്മൾ അള്ളാഹുവിനിക്ക് ആരാധിക്കണം? എന്തിന് നമ്മൾ അള്ളാഹുവിനിക്ക് വഴിപ്പെടണം? എന്തിന് നമ്മൾ ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കണം? എന്തിന് ഇത്തരം സദസ്സുകളിൽ നമ്മൾ കൂടണം? അതുകൊണ്ട് തന്നെ മഹത്തുക്കളായ മഹാന്മാർ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് ശരിക്ക് പഠിച്ചാൽ ആ മനുഷ്യൻ അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും. അതിനാദ്യം വേണ്ടതെന്താ? അള്ളാഹു മനുഷ്യരാകുന്ന നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നുണ്ടെങ്കിൽ ആ ശരീരത്തെക്കുറിച്ച് നമ്മൾ പഠനം നടത്തണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്താണ് മനുഷ്യന്റെ ശരീരത്തിൽ അള്ളാഹു സംവിധാനിച്ചത്? എന്താ അള്ളാഹു സംവിധാനിച്ച സംവിധാനം? എന്താ? വൈകുന്നേര സമയത്ത് നല്ലതുപോലെ ഭക്ഷണം കഴിക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങും. ആ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. ആ പ്രവർത്തനം ഒന്നല്ല, ധാരാളം പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ് ആ പ്രവർത്തനം? നിങ്ങൾ കാണുന്നില്ലേ, റോഡ് സൈഡിലൂടെ, ഹൈവേയിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, ചൂട് കാലമായതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഈ കുടിവെള്ളത്തിന് വേണ്ടി, ദാഹിക്കുന്നവർക്ക് വേണ്ടി വെള്ളത്തിന് കരിമ്പി ജ്യൂസ് അടിക്കുന്ന മെഷീൻ റോഡ് സൈഡിലൊക്കെ